എനിക്ക് ഈ ONV കുറുപ്പിൻ്റെ പേരിലുള്ള ഒരു അവാർഡ്, 2 അവാർഡ്, ഒന്ന് കേരള യൂണിവേഴ്സിറ്റി 1 ലക്ഷം, മറ്റേതൊന്നും ഒരു സമിതിയുടെ അത് 3 ലക്ഷം, രണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 3 ലക്ഷത്തിൻ്റെത് ഞാൻ മുൻകൂട്ടി എഴുതി അവിടുന്ന് വായിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ തലക്കെട്ട് ONVയുടെ തന്നെ വളരെ പ്രശസ്തമായ ഒരു സിനിമാ ഗാനത്തിലെ വരികൾ, മധുരമായി പാടി വിളിക്കുന്നു, മധുരമായി പാടി വിളിക്കും. അതിൽ ഞാൻ പറയുന്നുണ്ട്, എന്നോട് ആരെങ്കിലും ലോകത്തിലെ എനിക്കിഷ്ടമായ ഏറ്റവും മികച്ച 6 മലയാള കഥകൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ, ഇത് വെറും ഒരു സാങ്കല്പികമായ ഇതാണ്. ഞാനത് 6 ആളെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ശ്രീരാമൻ. ഓ, അതിലൊന്ന് അതിൽ മറ്റ് 4 പേരെയും കൂടെ, ആദ്യത്തെ 4 പേരെയും കൂടെ പറഞ്ഞ ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞ കൊള്ളായിരുന്നു. പറഞ്ഞുതരാം. OV വിജയൻ, കടൽ തീരത്ത്. പിന്നെ നമ്മളുടെ ഒരൊറ്റ കഥ കൊണ്ട് ഏറെ പ്രശസ്തനായ പാലക്കാട്ടിൻ്റെ അപ്പുറത്ത് ബാലകൃഷ്ണനോ, സി ബാലകൃഷ്ണൻ അല്ല, ഈ വടക്കനല്ലേ, രാധാകൃഷ്ണൻ അല്ല, രാധാകൃഷ്ണൻ സങ്കല്പിക്കാൻ കഴിയില്ല. അതുകൊട്ടെ, ആധുനിക തലമുറയിൽ എഴുതുന്നവരിൽ അങ്ങേക്ക് ഏറ്റവും അടുപ്പവും അല്ലെങ്കിൽ ഒരു പക്ഷേ ഹൃദയം കൊണ്ട് ശിക്ഷയാക്കി വച്ചിരിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇതിന് ഉത്തരം പറഞ്ഞാൽ എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. ഉത്തരം പറയണം. എല്ലാം പറയാൻ കഴിയും. അനുഭവമുണ്ട്. പിന്നെ അങ്ങയുടെ കഥയുടെ പാത പലരും പിന്തുടരുന്നു. അതിലൊന്ന് രേഖ അത്തരത്തിൽ ഒരു എഴുത്തുകാരിയാണെന്ന് പറഞ്ഞാൽ എന്തു പറയും? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ടോ? അയ്യോ, ഒന്നുമില്ലപ്പാ. ഇല്ല. നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടല്ലേ? ഞാനവരെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിപ്ലവം ഉണ്ടാവുമെന്ന് അങ്ങ് സൂചിപ്പിച്ചുകൊണ്ട് ചോദിച്ചത്. അല്ല,